ശീലങ്ങളിൽ മാറ്റം വരാതിരിക്കാൻ കാലത്തിനൊത്ത മാറ്റം. മാറുന്ന അഭിരുചികൾക്കൊത്ത് വായനയെ കൂട്ടിച്ചേർക്കുകയാണ് ഇവിടെ. OB വിജയനും ഉറൂബും തകഴിയുമെല്ലാം പുത്തൻ താളുകളായി വിദ്യാർത്ഥികൾക്ക് മുന്നിലുണ്ട്. കഥയും നോവലും നാടകവും തിരക്കഥയും ഇഷ്ടത്തിനൊത്ത് തിരഞ്ഞെടുക്കാം. ഒരേ സമയം ഒരുപാട് പേർക്ക് ഒരേ പുസ്തകം വായിക്കുകയുമാകാം. അതാണ് മികവുകളിൽ പ്രധാനം. ഇവിടെ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് വരുമ്പോൾ ഇങ്ങനൊരു ലാൻഡിംഗ് പേജിലേക്കായിരിക്കും വരുന്നത്. ഇതിനകത്ത് പുസ്തകങ്ങൾ, ഇംഗ്ലീഷ് ലേണിംഗ്, ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 3 സെക്ഷൻ ഉണ്ടാവും. ഇതിനകത്തുനിന്ന് പുസ്തകങ്ങൾ സെലക്ട് ചെയ്താൽ നമുക്ക് ലൈബ്രറിയിൽ ചെല്ലുമ്പോൾ കാണുന്ന അതേ കാറ്റഗറീസ് തന്നെ ഇതിനകത്തും ഉണ്ടാവും. കഥകൾ, കവിതകൾ, നോവൽ, തിരക്കഥ, അങ്ങനെയുള്ള കാറ്റഗറീസ് ഇതിനകത്തുണ്ടാവും. പുസ്തകം നമുക്ക് സെർച്ച് ചെയ്ത് എടുക്കാം. ഓർഡർ വൈസ് ചെയ്തോ അല്ലെങ്കിൽ പബ്ലിക്കേഷൻ വൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബുക്ക് വൈസ് ചെയ്തിട്ടോ നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റും. വിദ്യാർത്ഥികൾക്ക് തന്നെ യൂസർ നെയിമും പാസ്വേഡും നൽകി വായനയിലേക്ക് കടക്കാം. സംവിധാനം ഓഫ്ലൈനാണ്. വിവിധ വിഭാഗങ്ങളിലായി 6000 പുസ്തകങ്ങൾ ഇപ്പോൾ തന്നെ ലൈബ്രറിയുടെ ഭാഗമായിട്ടുണ്ട്. മാത്രമല്ല, മെഡിക്കൽ, എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ, മറ്റ് മത്സര പരീക്ഷ എന്നിവയിലേക്കുള്ള പരിശീലനത്തിനായി ചോദ്യങ്ങളും ഉത്തരങ്ങളും, സ്പോക്കൺ ഇംഗ്ലീഷ് പഠനത്തിനുതകുന്ന ശബ്ദരേഖയും ദൃശ്യാത്മക വിവരണങ്ങളുമുണ്ട്. ആദ്യം ഞാൻ ഹെലൻ കെല്ലറിൻ്റെ ആത്മകഥയാണ് വായിച്ചത്. എനിക്കത് വായിക്കണമെന്ന് കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. പുസ്തകത്തിൻ്റെ അതേ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. പേജുകൾ മറിക്കുമ്പോഴായി അതിൻ്റെ ഒരു ഫീലൊക്കെയാണ് ലഭിക്കുന്നത്. എനിക്ക് വളരെ കൺവിൻസിംഗ് ആയി തോന്നി. സ്കൂൾ ലൈബ്രറിയിൽ നിന്നുള്ള പുസ്തകം ഒപ്പം കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ ഡിജിറ്റൽ ലൈബ്രറി ഉപയോഗം സ്കൂൾ സമയത്ത് മാത്രമാകും. മലയാളത്തിലാണ് ആത്മകഥ, ഓരോരുത്തർ ആത്മകഥയൊക്കെ പഠിക്കാനുണ്ട്. അത് തന്നെ ഇതിനകത്തും ഇപ്പം നമുക്കത് അതിനെപ്പറ്റി ഒത്തിരി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പം ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും കവിതകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിനകത്തുനിന്ന് കണ്ട് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. റാന്നി നോളജ് വില്ലേജ് പദ്ധതിയുടെ ഭാഗമായി MLA പ്രമോദ് നാരായണനാണ് MS ഹയർ സെക്കൻഡറി സ്കൂളിന് ഡിജിറ്റൽ ലൈബ്രറി സമ്മാനിച്ചത്. ഈ വിഭാഗത്തിൽ സംസ്ഥാനത്തെ 4ാമത്തേതും ജില്ലയിൽ ആദ്യത്തേതുമാണിത്. ഇത്തരമൊരു ഡിജിറ്റൽ രംഗത്ത് നമ്മൾ എല്ലാത്തിനും അവിടെയാണ് ആശ്രയിക്കുന്നത്. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഫിക്ഷനും റിയാലിറ്റിയും തമ്മിലുള്ള വലിയ വ്യത്യാസം പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ലൈബ്രറിയുടെ ആദ്യത്തെ ലക്ഷ്യം വായന പരിപോഷിപ്പിക്കുക, ഈ ലൈബ്രറിയുടെ വായനയിലേക്ക് അവർ എത്തിക്കുക മാത്രമല്ല, ഒരു സത്യാന്വേഷണം. പുസ്തകം വായിക്കുമ്പോൾ സത്യത്തെ അന്വേഷിക്കലാണ്. ആ നിലയിലുള്ള ഒരു വലിയ അന്വേഷണം കൂടി, അതിനുള്ളൊരു ദാഹം കൂടി കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുക എന്നതാണ്. എഴുത്തിൽ മികവ് പുലർത്തുന്ന കുട്ടികളെ കണ്ടെത്തി രചനകൾ ഡിജിറ്റൽ രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതും നോളജ് വില്ലേജ് പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അഭിലാൽ തന്നെ നമ്മുടെ കൂടെയുണ്ട്. അഭിലാലെ, നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ പോലും വായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അതൊന്നും കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് ഈ കുഞ്ഞുങ്ങൾ ഏറെക്കുറെ ഈ മൊബൈൽ ഫോണിലേക്കും കമ്പ്യൂട്ടറിലേക്കും മാത്രം അഡിക്റ്റായി പോകുന്നു എന്നുള്ള കാര്യം. കാർട്ടൂണുകളും അല്ലെങ്കിൽ ഗെയിമുകളും മാത്രമല്ല ലോകം എന്നുള്ളത് അവരെ അറിയിക്കേണ്ടത് നമ്മളുടെയൊക്കെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ ഈ ഡിജിറ്റൽ ലൈബ്രറി ആയാലും, അതുമാത്രമല്ല ഈ സ്കൂളുകളിലൊക്കെ തന്നെ ആയാലും ഈ ഒരു രീതി അതൊരു മാതൃകയാക്കാവുന്നതാണ്. ആ ഒരു കാര്യം എല്ലായിടത്തേക്കും എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വായനയുടെ ലോകത്ത് കുഞ്ഞുങ്ങൾക്കും ചെന്നെത്താൻ പറ്റും. ഇന്റർനെറ്റിന്റെ വ്യാപനവും മൊബൈൽ ഫോണുകൾക്ക് ലഭിച്ച സ്വീകാര്യതയും കാരണം പുത്തൻ തലമുറ വായനയിൽ നിന്നും അകന്നു നിൽക്കുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ ഒരു പരിധിവരെ ശരിയാണ്. ചുരുക്കത്തിൽ പുതിയ തലമുറയുടെ അഭിരുചി എന്നത് ഏത് മാധ്യമത്തോടാണോ ആ മാധ്യമത്തിലേക്ക് പുസ്തകങ്ങളെയും ഫലത്തിൽ വായനയെയും പറിച്ചു നടുകയാണ് ഡിജിറ്റൽ ലൈബ്രറിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. റാന്നിയിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഈ ലൈബ്രറിയിൽ നിലവിൽ 6000-ഓളം പുസ്തകങ്ങളാണ് ചേർക്കപ്പെട്ടിട്ടുള്ളത്. വർഷാവർഷം അതല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിൽ കൂടുതൽ നവീകരിക്കാൻ, കൂടുതൽ പുസ്തകങ്ങൾ ഈ ലൈബ്രറിയുടെ ഭാഗമാക്കാൻ കഴിയും. സാധാരണ ലൈബ്രറിയെ അപേക്ഷിച്ച് ഇതിനുള്ള പ്രധാനപ്പെട്ട 2 സവിശേഷതകൾ എന്നുള്ളത്, സാധാരണ നമ്മൾ ലൈബ്രറിയിൽ നിന്നെടുക്കുന്ന ഒരു പുസ്തകം ഒരാൾക്കോ അതല്ലെങ്കിൽ ഒന്നിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്കോ ആയിരിക്കും വായിക്കാൻ കഴിയുക. എന്നെങ്കിൽ ഡിജിറ്റൽ ലൈബ്രറിയുടെ ഭാഗമായി എത്ര കമ്പ്യൂട്ടറുകൾ, എത്ര സിസ്റ്റങ്ങളുണ്ടോ ആ സിസ്റ്റത്തിലൂടെയൊക്കെ തന്നെ ഒരു സമയം ഒരു പുസ്തകം ഒരുപാട് പേർക്ക് വായിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, പുസ്തകങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന കേടുപാടുകൾ, കാലാന്തരത്തിലുണ്ടാകുന്ന പഴക്കം, ഇവയൊന്നും ഡിജിറ്റൽ ലൈബ്രറിയെ സംബന്ധിച്ച് ബാധിക്കുകയില്ല. പുസ്തകങ്ങൾ എപ്പോഴും തനിമയും പുതുമയും നിലനിർത്തുന്നതായി ഡിജിറ്റൽ ലൈബ്രറിയിൽ സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഈ ലൈബ്രറിയിലൂടെ
പുതിയ തലമുറയുടെ വായനാഭിരുചി കൂടുതൽ മെച്ചമാക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ശ്രമത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. 12 ലക്ഷം രൂപ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലഭ്യമാക്കിക്കൊണ്ടാണ് ഏറെക്കുറെ 2-2.5 മാസ കാലയളവിലെ ദീർഘമായ ശ്രമത്തിന്റെ ഫലമായി കൂടിയാണ് പ്രബോധ് നാരായണൻ MLA ഈ എന്തായാലും മികച്ചൊരു പദ്ധതി തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഡിജിറ്റൽ യുഗമാണ്, അറിവുകളെല്ലാം തന്നെ നമ്മളുടെ വിരൽത്തുമ്പിൽ എത്തുന്ന ഒരു കാലമാണ്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം, കാർട്ടൂൺ കാണാം, ഗെയിം കളിക്കാം, അതോടൊപ്പം തന്നെ വായിക്കുകയും വേണം. എല്ലാ അറിവുകളും നമുക്ക് ലഭിക്കണം. അങ്ങനെ റാന്നിക്കാർ ഇപ്പോൾ മാതൃകയായിരിക്കുകയാണ്. എല്ലാ ഇടങ്ങളിലും എത്തട്ടെ. എന്തായാലും ഒരു ഡിജിറ്റൽ ലൈബ്രറി ഒക്കെ നാടിനുണ്ടല്ലോ, അവിടെ ചെല്ലണം കേട്ടോ, വായിക്കുകയും വേണം.